എക്സ്മെൻ 97 എന്ന് പറഞ്ഞപ്പോൾ ഒരു ആനിമേറ്റഡ് സീരീസ് വന്നിട്ടുണ്ട്. അതിൻ്റെ ടോട്ടൽ റൺ ഇപ്പോൾ കഴിഞ്ഞ് 10 എപ്പിസോഡുകളായിരുന്നു. ഞാൻ കഴിഞ്ഞിട്ട് ഒരുമിച്ച് കാണാമെന്ന് വെച്ച് കാത്തിരിക്കുകയായിരുന്നു. ആൻഡ് ഒറ്റവാക്കി പറഞ്ഞാൽ റീസെൻ്റ്ലി പുറത്തിറങ്ങിയ മാർവൽ പ്രൊജക്റ്റുകൾ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് ആൻഡ് ഫൈനസ്റ്റ് എന്ന് പറയാം. നല്ല കിടിലായിട്ട് ചെയ്തു. ഞാൻ അതിൻ്റെ ആദ്യത്തെ 2-3 എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് വലിയൊരു ഗുമ്മ തോന്നിയില്ല. കാരണം ഇതൊരു 90s ആനിമേറ്റഡ് ഷോയുടെ ബാക്കിയാണ്, സോ കണ്ടിന്യൂഷനാണ്. സോ അതിൻ്റെ ആ ഒരു ടച്ചിൽ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അപ്പാർട്ട് ഫ്രം ദി ആനിമേഷൻ, ഇതിൻ്റെ ക്യാരക്ടർ ഡിസൈനും അതിൻ്റെ സ്റ്റോറി ടെല്ലിംഗ് മോഡും ഇതിൽ കൊടുത്തിട്ടുള്ള ക്യാമിയോസും ദെൻ അമേസിംഗ് ആയിട്ടുള്ള കുറേ ആക്ഷൻ കൊറിയോഗ്രഫിയൊക്കെ തന്നെ കിടിലിനായിട്ടുണ്ട്. എൻ്റെ എല്ലാത്തിലും എനിക്കിത് ഇഷ്ടമായി. ഇതിൻ്റെ ആ ഒരു സ്റ്റോറിയിലെ പോക്കാണ്. നല്ല കഥയുണ്ടെങ്കിൽ ഈ ക്യാരക്ടേഴ്സിനെ വെച്ച് എന്തെന്നെ പ്ലേസ് ചെയ്താലും നന്നായിട്ട് തന്നെ വരുമെന്നുള്ളത് ഈ ഒരു ഷോ കാണിച്ചു തന്നു. സോ ഇതിനു മുമ്പ് ഇപ്പോൾ വാട്ടിഫ് ഇറങ്ങി, ഈ ഒരു ആനിമേറ്റഡ് സീരീസ് ഇറങ്ങി. ആനിമേറ്റഡ് കണ്ടന്റുകളിൽ ഇവർ നന്നായിട്ട് ചെയ്യുന്ന സാധനം എന്തുകൊണ്ട് ഇവർക്ക് ലൈവ് ആക്ഷനിൽ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മാർവലിൻ്റെ അവസ്ഥ നമുക്കറിയാം, വൻ ഷോകാണ്. സോ അതിൽ നിന്നൊരു റിവൈവലാണ് ഇതെന്ന് പറയാം. ഇനിയിപ്പോൾ അടുത്ത് വരാതിരിക്കുന്നു ഇപ്പോൾ ഡെഡ്പൂൾ ആൻഡ് വോൾവറൈൻ എന്ന സിനിമ. സോ ഇതിൽ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് എക്സ്മെനെ പറ്റിയാണ്. സോ 90s ഉണ്ടായിരുന്ന ആ ഒരു ആനിമേറ്റഡ് ഷോയുടെ കണ്ടിന്യൂഷൻ എന്ന നിലയ്ക്ക് ചാൾസ് എക്സേവിയർ എന്ന ക്യാരക്ടർ ഇപ്പോൾ ഇല്ല. സോ പ്രസ്യൂം ഡെഡ് എന്ന് വിചാരിക്കുന്നു. സോ ആ ഒരു ക്യാരക്ടർ ഇല്ലാതായി കഴിഞ്ഞിട്ടുള്ള എക്സ്മെൻ്റെ അവസ്ഥ തുടങ്ങി കാണിച്ചിട്ടാണ് ഈ ഒരു സീരീസ് തുടങ്ങുന്നത് തന്നെ. സോ ഇവരെ ലീഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ സൈക്ലോപ്സ് ആണുള്ളത്. പക്ഷേ നമ്മുടെ പഴയ മെയിൻ വില്ലനായ മാഗ്നിറ്റോ വരികയും പിന്നീട് അങ്ങനെ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് സീരീസ് പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത്. സോ അതിൻ്റെ ഒരു പ്രോപ്പർ കണ്ടിന്യൂഷൻ ആണെങ്കിലും ആദ്യം തന്നെ ഇനീഷ്യലി ക്യാരക്ടേഴ്സൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആരൊക്കെയാണ് എന്തൊക്കെയാണ് ഇവരുടെ എബിലിറ്റി എന്താണെന്നൊക്കെ ഇനീഷ്യലി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യ എപ്പിസോഡ് യൂട്ടിലൈസ് ചെയ്യുന്നത്. സോ ആദ്യത്തെ 1-2 എപ്പിസോഡൊന്നും എനിക്ക് വലിയതായിട്ട് പറ്റിയില്ല. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഇതിൻ്റെ മെയിൻ കണ്ടന്റിലേക്ക് ഇവർ കിടക്കുമ്പോൾ നല്ല രസമുണ്ട്. എന്താണ് സീരീസിൻ്റെ മെയിൻ പ്ലോട്ട്, എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇത് എവിടെയൊക്കെയാണ് നടക്കുന്നത്, ഏത് ഇടത്തിലാണ് നടക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ നല്ല രസമുണ്ട് ഇത് കാണാൻ. പ്രത്യേകിച്ച് 20th Century Foxും ഇപ്പോൾ ഡിസ്നിയും കൂടി മെർജ് ചെയ്ത് നമുക്കറിയാം. സോ അത് ഇതിനവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ MCUവിൽ കണ്ടിട്ടുള്ള ഒട്ടുമിക്ക ക്യാരക്ടേഴ്സും പ്രധാനപ്പെട്ട പല പല ക്യാരക്ടേഴ്സ് ഒരു ക്യാമിയോ ആയിട്ട് വരുന്നുണ്ട്. സോ പഴയൊരു നൊസ്റ്റാൾജിയ പ്ലസ് പുതിയൊരു ക്യാമിയോ അപ്പിയറൻസ് എല്ലാം കൂടി മിക്സ് ചെയ്ത്, അതും വലിയ ഗുണമില്ലാത്ത ക്യാമിയൊക്കെയാണ്, വെറുതെ ജസ്റ്റ് ഒന്ന് വന്ന് പോകുന്നുള്ളൂ, അല്ലാണ്ട് അവർക്ക് വെറുതെ ആയിട്ട് ചെയ്യാനൊന്നുമില്ല. പക്ഷേ എങ്കിലും സ്ക്രീനിൽ വരുമ്പോൾ നല്ല രസമുണ്ട്. അത് അതിൻ്റെ ഇൻറ്റൻസിറ്റി മൊത്തത്തിൽ മാറ്റുന്നുണ്ട്. ആൻഡ് ക്യാമിയോ വെച്ച് ഗിമ്മിക്സ് കാണിക്കാൻ മാത്രമല്ല, ഇതിന് മെയിനായിട്ട് ഈ എക്സ്മെനെ മാത്രമാണ് ഫോക്കസ് ചെയ്ത് കാണിക്കുന്നത്. അവരുടെ ആ ഒരു ക്യാരക്ടറൈസേഷനാണ്, അവരുടെ ക്യാരക്ടർ റിവല്യൂഷനാണ്. സോ അവരുടെ ആ ഒരു ജോലി പ്രോപ്പറായിട്ട് ഇവർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സിനും കൂടി അല്ലെങ്കിൽ ക്യാമിയോസും കൂടി പ്ലേസ് ചെയ്യുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് അപ്പാർട്ട് ഫ്രം ദിറ്റ് ഇതിന് എൻഡിങ് ഉണ്ട്, ഒരു ക്ലിഫ് ഹാങ്കർ എൻഡിങ് ആണ്. കിട്ടില്ലെന്ന് പറഞ്ഞാൽ വേറെ ലെവൽ എൻഡിങ് ആണ്. ആൻഡ് ഐ തിങ്ക് ഈ ഷോ ഒരുപക്ഷെ ഇതിൻ്റെ റേറ്റിംഗിന് ഹൈ ഗ്രാഫിലേക്ക് പോകാൻ ഒരുപക്ഷെ ഇതിന് സഹായിച്ചിട്ടുണ്ടാവുക ഇതിൻ്റെ എൻഡിങ് കൂടിയായിരിക്കും. കാരണം നമ്മൾ അതുവരെ കണ്ടുകൊണ്ടിരുന്നതിൽ നിന്നും വളരെയധികം നമുക്ക് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെയാണ് ക്ലൈമാക്സിൽ നടക്കുന്നതെങ്കിലും ഓക്കെ എങ്ങനെ ആയിരിക്കും ഏകദേശം പോയി എൻഡ് ചെയ്യുക, ഇതിൻ്റെ ഏകദേശം ഒരു പാറ്റേൺ നമുക്കറിയാം. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു മിഡ് ക്രെഡിറ്റ് ആൻഡ് ഒരു പോസ്റ്റ് എൻഡിങ് സീനൊക്കെ കാണിക്കുന്ന സമയത്ത് വേറെ ട്രാക്കിലേക്ക് പോകുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ സീസൺ 2 ഗംഭീരമായിരിക്കും തോന്നുന്നു. ആൻഡ് ഇതിൽ ഗാംബിറ്റിൻ്റെ ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്. ആ ഒരു ജനോഷ എന്ന് പറഞ്ഞ സ്ഥലത്ത് നടത്തുന്ന ഒരു വലിയ ആക്ഷൻ സീക്വൻസ് ഐ തിങ്ക് ഒരു 5ാമത്തെ 6ാമത്തെ എപ്പിസോഡാണ്. ഒരു രക്ഷയില്ലാത്ത സാധനം. MCUവിൻ്റെ തന്നെ വൺ ഓഫ് ദി ഫൈനസ്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വിൻ്റർ സോൾജിയറിലെ ക്യാപ്റ്റൻ അമേരിക്കയുടെ സീൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് അയൺമാനിലെ അയൺമാൻ്റെ സീൻ, അങ്ങനെയൊക്കെ നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന MCUവിലെ അല്ലെങ്കിൽ മാർവലിലെ കുറച്ച് ഐക്കോണിക് സീനുകൾക്ക് ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഭയങ്കരധികം ഐക്കോണിക് ആയിട്ടുള്ളൊരു സീനായിരുന്നു ആ ഒരു ഗാംബിറ്റിൻ സീൻ. അത് കിടിലൻ, ഒരു രക്ഷയില്ല. ഇത് മാത്രമല്ല ലോഗൻ്റെയും ദെൻ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനൊക്കെ തന്നെ അവരുടെ ആ ഒരു ടിപ്പിക്കൽ നേച്ചർ എന്താണ് അവർക്ക് പ്രോപ്പറായിട്ട് കാണിക്കാൻ സാധിക്കുന്നുണ്ട്. സോ കുറേ ബ്ലഡ് ബാത്ത് എന്ന് പറഞ്ഞാൽ വയലൻ്റ് ആയിട്ടുള്ള നല്ലൊരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ആനിമേറ്റഡ് സീരീസ് ആയിട്ട് എനിക്ക് തോന്നി. സോ തീർച്ചയായിട്ടും കണ്ടുവെക്കുക. പ്രത്യേകിച്ച് ഇതിൻ്റെ സീസൺ 2 ഗംഭീരമായിരിക്കും തോന്നുന്നു. അതിന് ക്ലിഫ് ഹാങ്കർ കാണാൻ വേണ്ടി മാത്രം വേണമെങ്കിൽ കണ്ടുവെക്കാം. അല്ല ഞാനീ പറഞ്ഞ ക്യാമിയോ പ്രതീക്ഷിച്ച് കാണരുത്. ക്യാമിയോ എവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ടെന്നുള്ളൂ. ക്യാമിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ മാർവലിൽ കാണുന്ന ഒട്ടുമിക്ക മറ്റ് സൂപ്പർ ഹീറോസിനൊക്കെ തന്നെ ക്യാമിയോസ് ഉണ്ട്. പക്ഷേ അതൊന്നും വലിയ ഇമ്പാക്റ്റ് ഇല്ല. മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എക്സ്മെനെ പറ്റിയാണ്. സോ ഒരു എക്സ്മെൻ ഫാൻ ആണെങ്കിൽ പഴയ സിനിമകളിലൊക്കെ അല്ലെങ്കിൽ പഴയ ആനിമേറ്റഡ് സീരീസുകൾ ഒരുപാട് കണ്ടന്റ് ഉണ്ട് ഇവരുടെ കയ്യിൽ. അതിൻ്റെയൊക്കെ ഒരു ഫാൻ ആണെങ്കിൽ ആ ഒരു നൊസ്റ്റാൾജിയ നിങ്ങൾക്ക് കിട്ടും. ആ ഒരു പഴയ സാധനം അതേപോലെ തന്നെ കിട്ടുന്ന അല്ലെങ്കിൽ അതേ ഫീലിൽ തന്നെ എടുത്തിട്ടുള്ള സാധനമാണ്. സോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. തീർച്ചയായിട്ടും കണ്ടുവെക്കുക. വെറും 30-35 മിനിറ്റ് ദൈർഘ്യം വരുന്ന ഒരു 10 എപ്പിസോഡുകളുള്ളത്. അതൊരു ചാപ്റ്ററായിട്ട് തിരിച്ചിട്ടുണ്ട്. അവസാനത്തെ ഒരു 3 എപ്പിസോഡ് ഒരു എപ്പിക് ഫിനാലെയാണ്. സോ അത് നല്ല രീതിക്ക് തന്നെ അവർ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. സോ കണ്ടുവെക്കുക. കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം പറയാം. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.